രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘം പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തി. ഫ്ളാറ്റിൽ നിന്ന് CCTV ദൃശ്യങ്ങൾ ശേഖരിക്കും. വിവരങ്ങളുമായി പാലക്കാട് നായിഷത്തുൽ ഷംനയാണ് ചേരുന്നത്. ഷംന, ഗുഡ് ആഫ്റ്റർനൂൺ. ഈ പാലക്കാട്ടെ ഫ്ളാറ്റിൽ പരിശോധന നടത്തുന്നു, CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നു. MLA-യുടെ പോക്കും വരവും ഒക്കെ എങ്ങോട്ടായിരുന്നു എന്ന് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണോ അന്വേഷണ സംഘം? ക്രിസ്റ്റീന, ഗുഡ് ആഫ്റ്റർനൂൺ. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിന് മുൻപാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം രാഹുലിന്റെ പാലക്കാട്ടുള്ള ഫ്ളാറ്റിലെത്തിയത്. ഇവിടെയുള്ള CCTV-കൾ അടക്കം ഈ അന്വേഷണ സംഘം ശേഖരിക്കും. നേരത്തെയൊക്കെ ഇവിടെ എത്തിയടക്കം യുവതിയെ പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു എന്ന ആ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കൂടി എത്തി വിവരങ്ങൾ ശേഖരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി രാഹുലിന്റെ വാഹനം ഉൾപ്പെടെ MLA വാഹനം ഉൾപ്പെടെയുള്ള രാഹുലിന്റെ 2 വാഹനങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷേ രാഹുൽ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ പേഴ്സണൽ സ്റ്റാഫുകൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാഹുൽ ഒളിവിൽ പോയ ഘട്ടത്തിലൊക്കെ അവരൊക്കെ ബന്ധപ്പെടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അവരെ കാണാത്ത, അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ രാവിലെയൊക്കെ കണ്ടതാണ്, പേഴ്സണൽ സ്റ്റാഫ് ഫസൽ രാഹുലിന്റെ വാഹനം എടുത്ത് പുറത്തു പോകുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഫ്ളാറ്റിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. എന്തായാലും വാഹനങ്ങൾ ഒക്കെ ഇവിടെ ഉണ്ട്. അന്വേഷണ സംഘം ഇപ്പോൾ ഈ ഫ്ളാറ്റിലെത്തി തെളിവ് ശേഖരിക്കുകയാണ്. അങ്ങനെ കൂടുതൽ വിവരങ്ങൾ, ഒപ്പം തന്നെ രാഹുൽ പാലക്കാട് ഉണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസമൊക്കെ മംഗലം ഡാം ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ രാഹുൽ ഉണ്ട് എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തെരച്ചിലൊക്കെ നടന്നിരുന്നു. പക്ഷെ അതൊന്നും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല, അവിടെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷെ പാലക്കാട് തന്നെ ഉണ്ട്. അതല്ലെങ്കിൽ കോയമ്പത്തൂരിലേക്ക് കടന്നിരിക്കാം, ഈ അതിർത്തി മേഖല ആയതുകൊണ്ട് കോയമ്പത്തൂരിലേക്ക് കടന്നിരിക്കാം എന്നൊരു വിലയിരുത്തലാണ്. എന്തായാലും ആ മേഖലകളിലേക്ക് കൂടി ഇപ്പോൾ തിരച്ചിൽ വ്യാപിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ മുന്നോടിയായി രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപായി കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ പാലക്കാട് എത്തിയിരിക്കുന്നത്. രാവിലെ തന്നെ ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു. അതിനുശേഷം SP ഓഫീസിലടക്കം ഈ പ്രത്യേക അന്വേഷണ സംഘം എത്തി, ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി. അവിടെ വന്ന് ഈ ഔദ്യോഗിക വാഹനം മാറ്റി മറ്റൊരു സ്വകാര്യ വാഹനത്തിലാണ് ഈ SIT സംഘം, പ്രത്യേക അന്വേഷണ സംഘം പാലക്കാട്ടെ ഫ്ളാറ്റിൽ പരിശോധന നടത്തുകയാണ് പോലീസ്. വിവരങ്ങൾ നൽകിയത് നായിഷത്തുൽ ഷംന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.